ഹായ് ആൾ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അന്നത്തെ പോലെ കണ്ണ് വീണ്ടും നല്ലോണം പ്രശ്നമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും ഡോക്ടറടുത്തൊക്കെ പോയി ഇനി വീണ്ടും കണ്ണൊക്കെ കീറേണ്ടി വരും ഇങ്ങനെ ആയാൽ എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ലോണം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൂടുതൽ ഈ സ്ട്രെയിൻ ആയിട്ടാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നോ യൂട്യൂബ് അല്ലാന്നുണ്ടെങ്കിൽ പഠനം ഏതെങ്കിലും ഒന്നൊക്കെ നടക്കുകയുള്ളൂ, ഒരു മനുഷ്യനെല്ലാം കൂടെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വേറൊരു പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ കഴിച്ചിട്ട് ഇതേ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുമല്ലോ, പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പോൾ കുറച്ച് ബദാമൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫസ്റ്റ് ഇട്ട ആ സാധനത്തിൻ്റെ പേര് ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അതെന്താണെന്നുള്ളത്. പിന്നെ കുറച്ച് നെയ്യ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് സ്കിന്നിന് നല്ലതാണ് കേട്ടോ നമുക്ക് നെയ്യ് കഴിക്കുന്നത്. പക്ഷെ കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. വെറും വയറ്റിൽ വെള്ളത്തിലിട്ട് കുടിക്കുന്നതാണ് കൂടുതലും നല്ലത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ച് നോക്കിയതാണ്. വലിയ ആ ഒരു സ്മെല്ല് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നൊന്നും വരില്ലല്ലോ. അപ്പോഴേ നമുക്ക് ഫംഗ്ഷനോ എന്തെങ്കിലും പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ലിപ്സൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഞാനിത് ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഗുഡ് വൈബ്സിൻ്റെ ലിപ് ബാമാണ്. ഇത് വന്നിട്ട് ബീട്രൂട്ട് ലിപ് ബാമാണ്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റോസി ലിപ് ടിൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ യുണീക്ക് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ 3 സെക്കൻഡ് കൊണ്ട് നമുക്ക് നാച്ചുറലി ടിൻറ്റഡ് ലിപ്സ് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെയാണുള്ളത്. ഇപ്പോൾ ബിഫോർ നമ്മുടെ ലിപ്സ് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. നമുക്ക് കല്യാണത്തിനൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിപ് ബാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് വന്നിട്ട് ഇൻറ്റൻസ് ഹൈഡ്രേഷൻ തരുന്നുണ്ട് നമുക്ക്. നമ്മുടെ ലിപ്സിന് നന്നായിട്ട് മോയ്സ്ചർ ലോക്ക് ചെയ്ത് ലിപ്സ് സ്മൂത്തും സോഫ്റ്റും ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ലിപ്സ് ഇപ്പോൾ ഏകദേശം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പ്ലംപായിട്ട് റേഡിയൻറ്റും കൂടെ ആയിട്ടുണ്ടാവും. ഒരു ഇൻസ്റ്റൻ്റായിട്ടൊരു റോസി ലിപ്സ് കിട്ടിയില്ല. അതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പുറത്തൊക്കെ ഈ ഒരു ടൈമിൽ പോകുന്ന സമയത്ത് കാറ്റൊക്കെ കൊണ്ട് ഡ്രൈ ആവൂലേ, ആ ഒരു അവസ്ഥയൊന്നും ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബീട്രൂട്ടിൻ്റെ ടിൻറ്റഡ് ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യാം. അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ചാപ്പി ലിപ്സ് ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും എനിക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഷോപ്പിങ്ങൊക്കെ പോയിട്ട് വന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഒരു സ്കിൻ കെയർ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രിയൊക്കെ നമുക്ക് ഫംഗ്ഷനൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ലിപ്സ് കെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അടുത്ത പ്രൊഡക്റ്റാണ് ഗുഡ് വൈബ്സിൻ്റെ ഗീ ലിപ് ബാമാണ്. ഇത് വന്നിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ, ഗീ എന്ന് പറയുമ്പോൾ സ്മെല്ലുണ്ടാവും തോന്നില്ല, ഒരിക്കലും ഇല്ല. ഗീൻ്റെ ഒരു സ്മെല്ലോ ഒരു ഒട്ടലോ ഒരു സംഭവമില്ല കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് നമ്മുടെ ലിപ്സിന് ഡീപ്പ് ഹീലിങ് ഹൈഡ്രേഷനൊക്കെ നൽകിയിട്ട് ലിപ്സ് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ടാവില്ലേ, രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു ചാപ്ഡ് ആയിട്ടുള്ള ലിപ്സ് ആയിട്ടുണ്ടാവില്ല, അങ്ങനെയൊന്നും ഇല്ലാതെ റിപ്പയർ ചെയ്ത് കിട്ടും. എന്തെങ്കിലുമൊക്കെ ഒരു ക്രാക്ക് പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഈ ഒരു ടെക്സ്ചറാണ് വരുന്നത്. നല്ല അടിപൊളിയാണ്. നമുക്ക് ആ ഒരു ഡ്രൈനെസ് ഒന്നും ഇല്ലാതെ സുഖമായിട്ട് രാത്രി ഫുള്ളായിട്ട് നമ്മുടെ ലിപ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ചിലരൊക്കെ ലിപ്സ് കണ്ടിട്ടില്ല ഇങ്ങനെ പൊട്ടിയിട്ട് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല, അതൊന്നും ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നൈറ്റ് നമ്മൾ എന്തായാലും ലിപ്സിൻ്റെ ഒക്കെ കെയർ ചെയ്യണം. എന്നാൽ നമുക്ക് കുറച്ച് ദിവസം ഈ ഒരു കാറ്റൊക്കെ വരാൻ പോലെ ഉറപ്പായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം. ഇത് വന്നിട്ട് purple.com അവൈലബിൾ ആണ് കേട്ടോ. കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ. ബദാം വന്നിട്ട് നമുക്ക് അതായത് നേരിട്ട് വെറുതെ അങ്ങനെ കഴിക്കുന്നതിനേക്കാളും അതിൻ്റെ ഫലം കൂടുതലായിട്ട് കിട്ടുന്നത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കഴിക്കുന്നതാണ്. അതിന് തൊലി കളയണമെന്നില്ല, കുതിർത്ത് വെച്ചതിന് ശേഷം ആ തൊലിയോടുകൂടെ കഴിക്കാം. ഞാൻ അങ്ങനെ കുട്ടികൾക്കും കൊടുത്ത് ഞാനും കഴിച്ച്. പിന്നെ അടുത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഈ മട്ടേരിയിൽ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴും ഇവിടെ നിന്ന് മുമ്പ് മട്ടേരിയൊക്കെ വാങ്ങിയ സമയത്ത് അതിൽ നിന്നിങ്ങനെ അതിൻ്റെ ഒരു കളർ ഇങ്ങനെ കയ്യിൽ പിടിക്കും പോകില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള പഠിക്കുന്ന ഒരു പയ്യൻ്റെ വാപ്പാക്ക് മില്ലാണ്. അങ്ങനെ അവരുടെ നിന്ന് കുറച്ച് അരികളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ. അപ്പോൾ മട്ടേരിയും ഈ വെള്ളരിയും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ടത് വെള്ളത്തിലേക്ക് ഇട്ട് ഇങ്ങനെ കഴുകി നോക്കിയ സമയത്ത് അതിലൊട്ടും വെള്ളം പോകുന്നില്ല. പിന്നെ ചെറുതായിട്ടുള്ള ഒരു കളർ മാറ്റം എന്ന് പറയുന്നത് ആ ഒരു തവിടില്ലേ, ഞാൻ ഫസ്റ്റ് പാത്രത്തിലിട്ടതാണ് അരിയുടെ സെക്കൻഡ് സ്റ്റേജ്. ഫസ്റ്റ് നെല്ല്, സെക്കൻഡ് സ്റ്റേജ്, പിന്നെ തേർഡ് ആ പൗഡർ തവിട് വരുന്നത് പിന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഇതേ കുട്ടി
ഇച്ചു ബേബിക്ക് പനിയാണ്, നല്ല പനിയാണ്. സത്യം പറയാലോ, ഈ ദിവസങ്ങൾ ബസ്സിലൊക്കെ ഇരുന്ന് കരഞ്ഞിട്ട് പോകേണ്ടി വന്ന ദിവസമാണ് കേട്ടോ. അവൾക്ക് പനിച്ചിട്ട് എനിക്ക് വിട്ടിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളിനെ ഇടങ്ങാറാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇടയിൽ കൂടെ കൊണ്ടുപോയി തൊട്ടിയിലിട്ട് ആട്ടി ഉറക്കിയിട്ടുണ്ട്. അതിന് ശേഷം ദേ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ഉള്ള ക്ലിപ്സാണ് ഈ കാണിക്കുന്നത്. സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് എനിക്കതൊന്ന് അറേഞ്ച് ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം ഇച്ചു ബേബീനെ നോക്കിയിട്ടും പിന്നെ വേറെ കുറേ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ആകെ മൂഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഷോപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഏറ്റവും ലാസ്റ്റ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ ഈ പരിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ വാങ്ങൂല. അതൊക്കെ ഞാൻ ഇക്കാനെ ഏൽപ്പിച്ചു. കാരണം ഇത് എനിക്ക് കുറച്ച് കൂടുതൽ എക്സ്പെൻസീവായിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് ഇക്ക വാങ്ങിക്കാനായിട്ട് ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ജാറുകളൊക്കെ എടുത്ത് കഴുകി ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒറ്റ ദിവസത്തെ പ്രോസസ്സല്ല, 2-3 ദിവസമായിട്ട് എടുത്തൊരു സംഭവമാണ് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് സെയിം ഡ്രസ്സ് തന്നെ ആ ഒരു ഫ്ലോ കിട്ടാനും വേണ്ടിയിട്ട് അങ്ങനെ അതന്നെ ഇടുന്നതാണ്. അങ്ങനെ കുപ്പികളൊക്കെ എടുത്ത് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇത് വന്നിട്ട് ക്ലാസ്സിലേക്ക് പോകേണ്ട ഒരു ദിവസത്തിൻ്റെ രാവിലെ എടുത്തതാണ്. അതിൻ്റെ പിറ്റേ ദിവസം, അതായത് തിങ്കളാഴ്ച എടുത്തതാണ് കേട്ടോ. കുറേ ആയിട്ടുണ്ടായിരുന്നു ഇതുപോലെ മൊത്തത്തിലൊരു പർച്ചേസ് ചെയ്തിട്ട്. ഞാൻ നോർമലി ഒരു 2-3 മാസം കൂടുമ്പോഴാണ് ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകാറുള്ളത്, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാനും വേണ്ടിയിട്ട്. ഇപ്രാവശ്യം പിന്നെ ഞാൻ കുറച്ച് വരാൻ ലേറ്റായി കഴിഞ്ഞാലും കുട്ടികൾ ഒതുങ്ങിയിരിക്കാനും അവർക്ക് ബോറടിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു മിനി പെട്ടിക്കടയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അധികം ബേക്കറി ഐറ്റംസ് ഞാൻ സ്റ്റോർ ചെയ്യാറില്ല. പക്ഷേ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ഇത് കുറേ കാലത്തിന് വേണ്ടിയിട്ടാണ്, ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ തിന്നീർക്കാനും വേണ്ടിയിട്ടല്ല കേട്ടോ. ഈ ഒരു സാധനം വന്നിട്ട് നമ്മുടെ ചോളമില്ലേ, അത് ബട്ടറിൽ പൊരിച്ചതാണ്. നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ കഴിക്കാനും വേണ്ടിയിട്ട്. പിന്നെ ബിസ്ക്കറ്റ്സ് ഇതുപോലെ ഡാർക്ക് ഫാൻറ്റസി കുറച്ച് തന്നെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മക്കൾ ഫുള്ളും എടുത്ത് കാലിയാക്കൂലേ എന്ന് പറഞ്ഞിട്ട്. ഞാനത് അവരെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നോട് ചോദിക്കാതെ എടുക്കരുത് എന്ന് പറയട്ടെ, അല്ലെങ്കിൽ ദീദിയോ അണ്ണയോ ഉണ്ടാവണം. ചെറിയ കുട്ടികൾ എടുത്താലാണല്ലോ കുപ്പി പൊട്ടുന്ന പ്രശ്നവും കാര്യങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അവർ വന്ന് ചോദിക്കും, എനിക്കിത് തരുമോ അത് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാം ഒന്നിച്ച് കൊടുക്കൂല, ഓരോ ദിവസം ഇതിലേതെങ്കിലും ഒരെണ്ണം എന്ന രീതിക്കാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ഇതുപോലെ വാങ്ങി തന്നെ സ്റ്റോർ ചെയ്യണമെന്നില്ല. നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല നാടൻ ഐറ്റംസും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ബോട്ടിൽസിലോ എന്തെങ്കിലും ആക്കി സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 1 വീക്കിന് അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കൊടുക്കാനായിട്ട് പറ്റും. ഇൻഷാല്ല എനിക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതൊക്കെ സാധനങ്ങൾ നമുക്കങ്ങനെ വെക്കാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ഞാനിടാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ അങ്ങനത്തെ വീഡിയോ ഇടുക എന്നുള്ളത്. എത്ര പേർക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ച് റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുള്ളൂ. കാരണം അത്രയും ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണെങ്കിലും എഡിറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇതന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക 2-3 ദിവസം കൂടിയിട്ടാണ് വീഡിയോ എടുത്തത്. പിന്നെ അതിന് ശേഷം ഒരു ദിവസം ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. രാത്രി എഡിറ്റ് ചെയ്യാൻ തന്നെ ഒരു 3-4 മണിക്കൂർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ക്ലാസ്സിന് പോകുന്നതിന് തൊട്ട് മുമ്പാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. എല്ലാം കൂടെ ആകുമ്പോഴേക്കും എങ്ങനെയും ഒരാഴ്ച ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചില്ലേ, ആ സാധനം അതുപോലെ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ പറയണം. ഞാൻ ജസ്റ്റ് മുമ്പ് ഇതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹെൽത്തിന് ഭയങ്കര നല്ലൊരു സംഭവമാണ്. സ്ത്രീകൾക്ക് ശരീരത്തിന് തണുപ്പ് കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ റനക്കുട്ടീനെയാണ് ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്ന പരിപാടി ഏൽപ്പിച്ചിട്ടുള്ളത്.
അപ്പോൾ അവൾ വന്നിട്ട് ഒരു സൈഡിൽ അത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മറ്റൊരു സൈഡിൽ എൻ്റെ കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടെ സാഗോ സീഡ് ഞാനൊന്ന് വേവിക്കാനും വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് വെച്ചിട്ടൊരു കുട്ടികൾക്ക് ഡെസേർട്ട് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി മറ്റൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതേ ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചാണ്. ഇത് തലേദിവസം രാത്രി റനക്കുട്ടി എനിക്ക് കട്ട് ചെയ്ത് വെച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ നേരത്തെ തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുറേ പണികൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. ഗാർലിക് ബട്ടറിൽ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം സവാള ഒരെണ്ണം ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതെന്താ ഉണ്ടാക്കുന്നത് എന്നുള്ളത് പറഞ്ഞില്ലല്ലോ ഞാൻ. ബ്രെഡിൻ്റെ സാൻഡ്വിച്ചാണ് കേട്ടോ. വീറ്റ് ബ്രെഡ് വാങ്ങി വെച്ചിട്ടുണ്ട്. അതിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഹയാന് പാല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ട്യൂഷന് പോകുന്നതിന് മുമ്പ് പാൽ കുടിക്കും. ഇതാകുമ്പോൾ പിന്നെ കാച്ചണം എന്നുള്ള ആവശ്യം കൂടി ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ അവന് വേണ്ടിയിട്ട് അത് വാങ്ങി വെച്ചാണ്. അവന് വേണ്ടിയിട്ട് വാങ്ങി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റനക്കുട്ടിക്ക് ദേഷ്യം വരും. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി വാങ്ങി വെച്ചതാണ് കേട്ടോ. ആർക്കും ഇവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് റനക്കുട്ടിക്ക് ഇഷ്ടമല്ല. എല്ലാവരും ഈക്വലാണ് എന്നാണ് ഞാനാണ് അങ്ങനെ പഠിപ്പിച്ചത്. ചിലപ്പോൾ അതെനിക്ക് പണി കിട്ടാറുണ്ട്. പിന്നെ ഇത് വന്നിട്ട് കുഞ്ഞ് ചെറിയ ടൊമാറ്റോ ആണ്. അതിൽ യെല്ലോ കളർ ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനും വേണ്ടിയിട്ട്. സാലഡ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് അതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ട് ഇതിൽ ഇടുന്നതാണ്. ഇതിൽ നമുക്ക് വലിയ തക്കാളി വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ തക്കാളി വേണമെന്നില്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെയുള്ള ഡിഷിനൊക്കെ കുരുമുളക് പൊടിയാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ മിൻസ്ഡ് ചിക്കനാണ് ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ എണിച്ച് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ്. ലേറ്റായിട്ട് ട്രെയിൻ വരാമെന്ന് പറഞ്ഞ പോലെ അത് രാവിലത്തേക്ക് മാറ്റിയതാണ് കേട്ടോ. പിന്നെ ഈ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫില്ലിംഗ് ആണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫില്ലിങ് നമുക്ക് എന്താ പറയുക കൂട്ടാനായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവേ. പിന്നെ ഇത് എനിക്കും എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു യോഗേർട്ടാണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ എനിക്കിത് കഴിച്ചിട്ട് പോകാമല്ലോ, അല്ലെങ്കിൽ ഇത് വേഗം എടുത്തിട്ട് പോവാം, ബസ്സിലിരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം കുറച്ച് കൂടുതലായിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിൽ ചിയാ സീഡും ഒക്കെ ഇട്ടിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഒരു ദിവസം ഞാനത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മിൽക്ക് ഷേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ക്രീം, എനിക്ക് ഫ്രഷ് ക്രീം ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് എല്ലാ ഐറ്റംസിനും ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് കൊണ്ടുവരും. പിന്നെ ജെല്ലി വാങ്ങിയിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ വീട്ടിലുണ്ടാക്കി ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഏതായാലും ഇപ്പോൾ നമുക്ക് ജെല്ലി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് സാധനം, പക്ഷെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തൽക്കാലം റെഡിമെയ്ഡാണ് കേട്ടോ നമ്മളിപ്പോൾ വാങ്ങി വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് മഷ്റൂം 2 പ്രാവശ്യമായിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇത് ബിരിയാണി ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് മഷ്റൂം കൊണ്ട് ഡിഷസ് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക് മഷ്റൂം കഴിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. വൈറ്റമിൻ ഡിയുടെ ഹെവി ഡെഫിഷ്യൻസി ഉള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒന്ന് സെറ്റായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പുറത്തൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ കേട്ടോ. വെയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കൊള്ളുന്നുണ്ട്. മുമ്പെന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ ഏത് നേരവും. പിന്നെ സ്ട്രോബെറീൻ്റെ സീസൺ ആയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബോക്സ് സ്ട്രോബെറിയും പിന്നെ ഒരു ബോക്സ് ബ്ലൂബെറിയും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 4 സ്ലൈസ് എന്താ പറയുക ചീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാൻഡ്വിച്ചിന് സ്ലൈസും കൂടെ ഈ സ്ലൈസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ആൻഡ് സ്റ്റിക്കി സ്ട്രക്ചർ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്രിസ്പി ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് ലാസ്റ്റാണ് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 6-7 ബ്രെഡ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് ഒന്ന് മൂടി വയ്ക്കാം. അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സിപ്പപ്പുകൾ ഉണ്ടാക്കിയിട്ടെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്.
ഇവിടെ കുട്ടികൾക്ക് ഐസ് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രീസറിൽ വെച്ചിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഞാനൊരു 10-20 സിപ്പപ്പും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കലുണ്ട് എപ്പോഴും ബട്ടറിലാണോ കുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. മോസ്റ്റായിട്ടും കുട്ടികൾക്ക് ഇഷ്ടമുള്ള പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാൻ ഓയിൽ അധികം യൂസ് ചെയ്യാറില്ല, ബട്ടർ തന്നെയാണ് യൂസ് ചെയ്യുക. ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. മറ്റ് ഓയിൽസിനേക്കാളും എന്തുകൊണ്ടും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. പിന്നെ ഫുഡിനൊക്കെ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കൊണ്ടുവരുന്നത് നമ്മൾ ബട്ടർ യൂസ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ. നല്ലതുമാണ് മക്കൾക്ക്, എന്താ പറയുക, ബുദ്ധി വികാസത്തിനൊക്കെ ഏറ്റവും നല്ലത് ബട്ടർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ദേ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കുറേശ്ശൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഞാൻ ഉള്ളിലൊന്നും ഫുള്ളായിട്ട് അങ്ങനെ ഇതാക്കിയിട്ടില്ല. ഈ ഡോറ് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ എപ്പോഴും നല്ല കട്ട തൈര് സ്റ്റോക്ക് ഉണ്ടാവേ. അതിലാണ് നമ്മൾ സാലഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പുളിക്കാത്ത തൈരില്ലേ അതിൽ. പിന്നെ ഇത് ഈ ഒരു വലിയ ടൈപ്പിലുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. സൈഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കിങ്ങനെ സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് അത് വേസ്റ്റായി പോകുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ കട്ട് ചെയ്യുന്നൊന്നുമില്ല. നമ്മുടെ ഫില്ലിങ്സ് ഇതേ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ചിക്കൻ ഇഷ്ടമല്ലാത്തവർക്ക് നമ്മളിപ്പോൾ ചിക്കന് പകരം പനീറോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് സെയിം സംഭവം ഉണ്ടാക്കാം, ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്കോ അങ്ങനെ എന്തെങ്കിലും വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതി. പിന്നെ ഇതേ ലെറ്റ്യൂസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ വെച്ച് നിങ്ങൾക്കിപ്പോൾ സോസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും മയണൈസോ സോസോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ചീസിൻ്റെ സ്ലൈസ് ഇട്ടുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അത്യാവശ്യം നല്ല സ്ലൈമി ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം സെറ്റാക്കിയതിന് ശേഷം കട്ട് ചെയ്തതുപോലെ 4 പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ ബ്രെഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാനും വേണ്ടിയിട്ടും നല്ല അറേഞ്ച്മെൻറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാനും വേണ്ടിയിട്ട്. കണ്ണ് വീണ്ടും നന്നായിട്ട് നീര് കാര്യങ്ങളൊക്കെ വന്നിട്ട് ശരിക്കൊന്ന് നമുക്ക് ബുക്ക് നോക്കാനോ അല്ലെങ്കിൽ എഴുതാനോ ഈവൻ ഫോൺ നോക്കി എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അതായത് രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ നന്നായിട്ട് ഇതാവും. മരുന്നെറ്റിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭേദം ഉണ്ടാവും. വീണ്ടും അതേപോലെ ഇങ്ങനെ വരിക. വെറുതെ ഇരിക്കുന്ന സമയത്ത് കണ്ണിങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. ഈ ഒരു ബുദ്ധിമുട്ടും കൊണ്ട് അങ്ങനെ ലാസ്റ്റ് ഇവിടെ പാലക്കാട് വിഷ്ണുമോഹൻ ഡോക്ടർക്ക് പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 10 മണിക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ഞാൻ ഉള്ളിൽ കയറി ഇങ്ങനെ എന്താ നിൻ്റെ പ്രോബ്ലം എന്ന് സാറ് ചോദിക്കുമ്പോഴേക്കും അപ്പുറത്ത് സാറിൻ്റെ വൈഫ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എപ്പോഴും രാത്രി ആയിക്കഴിഞ്ഞാൽ സാർക്ക് കൂട്ടിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് വൈഫ് നിൽക്കും കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നി മാമിനോട്. അപ്പോൾ മാം പെട്ടെന്ന് പറയാം ഇതാരാന്ന് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ട് മാം ഫുൾ നമ്മുടെ അപ്ഡേറ്റ്സ്, അതായത് ഇപ്പോൾ പഠിക്കുന്നുണ്ട്, LLBക്ക് പഠിക്കുന്നുണ്ട്, മുമ്പ് മോളെ പ്രസവിച്ച സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പറയാം. ഭയങ്കര ഇൻസ്പിറേഷനാണ്, മോട്ടിവേഷനാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ്. കാരണം എന്താ പറയുക നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ ഇത്രയും എഫേർട്ട് എടുക്കുന്നതിന് ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു തിരിച്ചറിവും ഇതുപോലെയുള്ള ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഓപ്പണായിട്ട് നമ്മളോട് ഇങ്ങനെ പറയുന്നതും ഒക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു പഠിപ്പൊരിക്കലും നിർത്തരുത്, അതിൻ്റെ വില എനിക്കറിയാം. മാം ഇതുപോലെ LLB പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കല്യാണം കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചു. സാറും ഭയങ്കര ഫ്രീ ആണ്. ഇതെന്നെ അറിയുന്നതുകൊണ്ടെന്ന് വിചാരിക്കേണ്ട, എല്ലാ പേഷ്യൻറ്റിനോടും ആ ഒരു ജാടയോ ഒന്നുമില്ലാതെ നല്ല രീതിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സത്യസന്ധമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്ന നല്ല അടിപൊളി ഒരു ഡോക്ടറാണ്. സാർക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ പഠിച്ചോ നീട്ടി കൊടുക്കട്ടെ. നല്ലൊരു മനുഷ്യനാണ് സാറും വൈഫും ഒക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്നോട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എപ്പോഴും വീഡിയോസ് കാണും, ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ 10 ദിവസത്തിനും മരുന്ന് തന്നത്, കഴിച്ചു നോക്ക്, നമുക്ക് നോക്കാം വേറെന്താ പോകും വഴി എന്നുള്ളത്. എല്ലാം കൂടെ ഒരു മനുഷ്യന് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു.
മുമ്പ് നമ്മൾ ഡോക്ടർക്ക് ഇതുപോലെ പോയ സമയത്ത് മാറാതായപ്പോൾ ചിലപ്പോൾ ഇനി കീറി എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ആ സംഭവം തന്നെയാണ് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയും വന്നു കഴിഞ്ഞാൽ മിക്കവാറും കീറുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നുള്ളത്. ചെറിയൊരു സർജറി പിന്നെ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അധികം സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല എന്നാണ്. നമ്മുടെ ബോഡിക്ക് താങ്ങാവുന്നതിലും അധികം ആവുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ ആവുന്നത്. അപ്പോൾ ഇതേ ടിഫിൻ ബോക്സ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇടയിൽ കൂടെ നിങ്ങൾ കണ്ടത്. ഒരു ഓറഞ്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും പിന്നെ കുക്കുംബറും പിന്നെ നമ്മുടെ സാൻഡ്വിച്ചും പിന്നെ എന്താ പറയുക ഇതിന് ബ്രൗണി. റൺകുട്ടിക്കും ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്രൗണി. അപ്പോൾ ഒരു ചെറിയ ബോക്സിൽ ഇതുപോലെ അതും കൂടെ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഈവനിങ് വന്നതിന് ശേഷവും ഒന്നും കൂടെ തരുമോ, ബാക്കിയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സാൻഡ്വിച്ച് ഒന്നും പറയാനുള്ള അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ സമയമില്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലും മതിയാവും കേട്ടോ. വീറ്റ് ബ്രെഡ് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നോർമലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചിലവർക്ക് അയ്യോ മൈദ എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ല, അതുകൊണ്ട് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വീറ്റ് ബ്രെഡ് മാത്രമേ വാങ്ങുള്ളൂ എന്നില്ല, കിട്ടുമ്പോൾ മാക്സിമം അതായിരിക്കും വാങ്ങുന്നത്. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി റെഡിയായിട്ട് ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. ടിഫിനൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കോളേജിൽ പ്രോഗ്രാം നടക്കുകയാണ്, എൻസൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഓടി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുമ്പോൾ നല്ല സങ്കടമുണ്ട്. കാരണം ഇച്ചു ബേബിക്ക് ഫുള്ളായിട്ട് പനി മാറിയിട്ടില്ല. എനിക്കാണെങ്കിൽ ലീവ് എടുക്കാനും പറ്റൂല. എന്താ പറയുക, ലീവ് എടുത്തു കഴിഞ്ഞാൽ മാർക്ക് കുറയും, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു അർജൻറ്റ് ആവശ്യത്തിന് ലീവ് എടുക്കാൻ പറ്റാതാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ദേ വന്നിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഷോപ്പിംഗ് പോയില്ലേ, ഇത് 2 ദിവസം മുമ്പ് ഷോപ്പിംഗ് പോയതിൻ്റെ ആ ഒരു പോർഷൻസാണ് കാണിക്കുന്നത്. കുട്ടികളിനൊക്കെ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഓഫർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും. പിന്നെ നോർമലായിട്ട് നമുക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാനും പറ്റില്ല കേട്ടോ. പോയി കഴിഞ്ഞാൽ കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണലും ഒക്കെ ആയിട്ട് നല്ല ലേറ്റ് ആവും. അപ്പോൾ ഞാനിവരെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ പിന്നെ പതിവ് പോലെ ഡോക്ടർക്ക് പോകുന്നു എന്നും പറഞ്ഞിട്ടുള്ള ഇറക്കമാണ് കേട്ടോ ഇത്. ഞാൻ റേനക്കുട്ടിയും കൂടെ ശരിക്കും ഉച്ചയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നൊരു സംഭവമാണ്. പിന്നെ കുറേ എനിക്കാകെ മൂഡ് ഓഫും കാര്യങ്ങളും ഒക്കെ ആയി, പിന്നെ പണികളൊക്കെ ആയിട്ട് നീട്ടി രാത്രി 9:30 ശേഷം, അതായത് ഏകദേശം ഒരു 10 മണി ആകുമ്പോഴാണ് കേട്ടോ ഇറങ്ങുന്നത്. തീരെ ഒരു മൂടുണ്ടായിരുന്നില്ല പോകാനും വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ആവശ്യമാണ്, കുറേ ദിവസമായിട്ട് എനിക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി പോയേ തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതും തന്നെ പതിവ് പോലെ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു, ഭയങ്കര സന്തോഷമായി. പിന്നെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെക്ഷൻ എന്ന് പറയുന്നത് വെജിറ്റബിളിൻ്റെ ഈ ഒരു സെക്ഷനാണ്. എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഐറ്റംസ് വന്നിട്ടുണ്ടോ എന്നാണ് നോക്കുക. പക്ഷേ ഇപ്പോൾ പാലക്കാട് ആയതുകൊണ്ടോ എന്തോ കാര്യമായിട്ട് പുതിയതായിട്ടുള്ള നമുക്ക് കിട്ടാത്ത പോലത്തെ സംഭവങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ അത്യാവശ്യമുള്ള സംഭവങ്ങൾ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കുംബർ എപ്പോഴും വീട്ടിൽ മസ്റ്റാണ്. ഒന്നുമില്ലെങ്കിലും സാലഡ് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാമല്ലോ എന്നുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് യോഗട്ട് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ കുട്ടികൾക്കും. അപ്പോൾ അത് കുറച്ചധികം പ്രാവശ്യം എടുത്തു. പിന്നെ നമ്മുടെ കട്ടത്തൈരെടുത്തു. പിന്നെ അതേപോലെ ജെല്ലി ഇതുപോലെ 2 ഇതാണ് എടുത്തിട്ടുള്ളത്. ഇത് റനക്കുട്ടിയുടെ നിർബന്ധപ്രകാരം എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനും എനിക്ക് ഫേവറേറ്റാണ്. ഞാനതിൽ കാണിക്കുന്നതൊക്കെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സെക്ഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ മീനിൻ്റെ സെക്ഷനിലേക്ക് പോയി ഞണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്ന റെസിപ്പീസ് ഇതൊക്കെ ആയിരിക്കും എന്നാണ് ഈ പറയുന്നത്. അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ഞണ്ടായിരുന്നു, അതും എടുത്ത്. പിന്നെ ചെമ്മീനും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ വാങ്ങിയ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇക്ക വന്നിട്ടാണ് ബില്ലിങ് എന്തെങ്കിലും ചെയ്യാത്ത സംഭവങ്ങളൊക്കെ ബില്ല് ചെയ്തിട്ട് വന്നതിന് ശേഷമാണ് ലാസ്റ്റ്, അതായത് എന്താ പറയുക, അതിന് പ്രൈസ് ടാഗ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ബില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു, ഞങ്ങൾ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ട ആ ഒരു സെക്ഷനില്ലേ, ചിയാ സീഡ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും കൂടെ വാങ്ങി ഇതേ ബില്ലിങ് സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നോക്കിയപ്പോൾ കുറേ സാധനമായിട്ടാണ്. ഞാൻ ആദ്യം ചെറിയൊരു ട്രോളിയാണ് എടുത്തത്, പിന്നെ കുറേ സാധനങ്ങളായി. അങ്ങനെ അതേ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും എത്ര എമൗണ്ട് ആയി എന്ന് കാണിക്കുന്നില്ല, നിങ്ങൾ ഏകദേശം നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഈ സാധനങ്ങളൊക്കെ കൂടെ വാങ്ങിയിട്ട് എത്ര ആയിട്ടുണ്ടാവും എന്നുള്ളത് പറയട്ടാ, കമൻറ്റ് ചെയ്യും, നോക്കാമല്ലോ ആരാണ് ഏകദേശം കറക്റ്റായിട്ട് പറയണമെന്നുള്ളത്. പിന്നെ ദേ മാല പോലെ നമ്മുടെ ബില്ല് വന്നിട്ടുണ്ട്. ഇതിൽ ഒരു സംഭവം ഒരു മിസ്റ്റേക്കും കൂടെ പറ്റിയിട്ടുണ്ട്, അത് പോയിട്ട് ഇനിയിപ്പോൾ ശരിയാക്കണം.
അപ്പോൾ അങ്ങനെ നമ്മുടെ അന്നത്തെ പർച്ചേസ് കഴിഞ്ഞ് എത്ര സമയമെന്നറിയോ, നമ്മൾ വീടെത്താനും വേണ്ടിയിട്ട് 2 മണിയായിട്ടുണ്ടായിരുന്നു. അത്രയും സമയം എടുത്തു കേട്ടോ നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഒരു ഹാർട്ട് എമോജിയെങ്കിലും ഇടാൻ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.